ഏറ്റവും അധികം പ്ലാൻ ചെയ്യേണ്ട ഒരു സമയമാണ് ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസം എന്ന് പറയുന്നത്. ഏതാണ്ട് 40ഓളം പ്രവേശന പരീക്ഷകളാണ് നമുക്ക് അപേക്ഷിക്കുവാനും അപ്ലൈ ചെയ്യാനായിട്ടുള്ളത്. പക്ഷെ നീറ്റ് പരീക്ഷയ്ക്ക് ശേഷം നല്ലൊരു റാങ്കും മാർക്കും കിട്ടിയാലും നമ്മൾ ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. കുട്ടി വിദേശത്ത് ജനിച്ചു, ആ കുട്ടിയുടെ പേരിൽ ഒരു നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് മേടിച്ചാൽ ശരിയാകുമോ? മെഡിക്കലിന് BPL സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞുണ്ടോ? കുറേ അധികം കമൻറ്റുകൾ നമുക്ക് ഒരു 11 ലൈക്കോളം കിട്ടിയ ഒരു ചോദ്യം. അദ്ദേഹത്തിൻ്റെ മകൻ 17 വയസ്സുണ്ട്, ഇപ്പോൾ 2025 സെപ്റ്റംബറിൽ +1 പഠിക്കുന്നു. പോസിബിൾ ആണോ? ESI കോട്ടയാണോ ജനറൽ കോട്ടയാണോ MBBSന് ബെസ്റ്റ്? ശിവൻ സാറിനൊപ്പം എന്ന പ്രോഗ്രാമിൻ്റെ 76ാമത് എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമസ്കാരം. നമസ്തേ ശിവൻ സാർ. തീർച്ചയായിട്ടും നമ്മുടെ ഒരു പുതിയ വർഷം, അതെ, ഏറ്റവും പ്രതീക്ഷകളുടെ ഒരു പുതുവത്സരമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. 2023 മലയാളികളെ സംബന്ധിച്ചിടത്തോളം 2023 ഒട്ടും മോശമല്ലായിരുന്നു. അക്കാഡമിക് രീതിയിൽ പറയുകയാണെങ്കിൽ ജെയ്മെയിൻ മേഖലയിലാണെങ്കിലും, കാരണം 100% സ്കോർ ഉൾപ്പെടെയുള്ള നേടിയ 2023 നീറ്റ്, കേരള എഞ്ചിനീയറിങ്, ഏത് മേഖലയിലും മലയാളികൾ വ്യക്തിമുദ്ര പതിപ്പിച്ച നാഷണൽ ലെവൽ കോളേജുകളിലൊക്കെ പ്രവേശനം നേടി വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വർഷം തന്നെയാണ് 2023 കടന്നു പോകുന്നത്. അതിനേക്കാളും നമുക്ക് ഗംഭീരമാകണം 2024, കാരണം അത്രയേറെ സാധ്യതകളാണ് ഇനി വരുന്ന കുട്ടികൾക്ക്. ഈ 2024, 25, 26 കാലഘട്ടങ്ങളിൽ +2 കഴിയുന്ന കുട്ടികളുടെ ഏറ്റവും വലിയ സാധ്യതകളാണ്. കാരണം നമ്മളുടെ അന്തരീക്ഷത്തിൻ്റെ, അക്കാഡമിക് സെഷൻ്റെ ഒരു മാറ്റം. കാരണം ഇതുവരെ നമ്മൾ കോളേജുകളിൽ തിയറി ലെവൽ പഠിച്ചുകൊണ്ടിരുന്നതിൽ നിന്നും മാറിയിട്ട് കോഴ്സുകൾക്കോ കോളേജുകൾക്കോ എവിടെ ഏത് കോഴ്സ് പഠിക്കുന്നു എന്നുള്ളതിനൊക്കെ അപ്പുറം ഒരു മാനവികതയ്ക്ക്, ഒരു വ്യക്തി എത്രത്തോളം വികസിച്ചു, അതിനനുസരിച്ച് ഓരോ കമ്പനികളും റിക്രൂട്ട് ചെയ്യുന്നതൊക്കെ ഒരു മേഖലയിലേക്ക് നമ്മൾ മാറാൻ പോവുകയാണ്. അപ്പം 2024 ഏറ്റവും ശോഭനമാണ് നമ്മുടെ കുട്ടികൾക്ക്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ തന്നെ നമുക്ക് ഈ എപ്പിസോഡ് ആരംഭിക്കാം. അതെ. അപ്പോൾ ശിവൻ സാറ് പറഞ്ഞ പോലെ തന്നെ പുതുവത്സരാശംസകൾ പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ തീർച്ചയായിട്ടും എൻ്റയർ ബ്രില്യൻറ്റ് ഫാമിലിയുടെ മാനേജ്മെൻറ്റിൻ്റെയും അതുപോലെ തന്നെ ഞങ്ങളുടെ കുട്ടികളുടെയും ഞങ്ങളുടെ രക്ഷിതാക്കളുടെയും എൻ്റയർ ബ്രില്യൻറ്റ് ഫാമിലിയുടെ പുതുവത്സരാശംസകൾ. അപ്പോൾ ശിവൻ സാർ, നമ്മൾ ആദ്യം ഒരു ചോദ്യത്തിലേക്ക് പ്രവേശിക്കുന്നത് മറ്റൊന്നുമല്ല. ഇനി വരുന്ന സമയം എന്ന് പറയുന്നത്, അതായത് ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങൾ എന്ന് പറയുന്നത് വിവിധ എൻട്രൻസ് എക്സാമുകളുടെ ആപ്ലിക്കേഷൻ്റെ സമയമാണ്. അതെ. പലപ്പോഴും നമ്മുടെ രക്ഷിതാക്കൾ അല്ലെങ്കിൽ കുട്ടികൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു മേഖലയാണ്. അവർ ഏതെങ്കിലും ഒന്നിന് ഫോക്കസ് ചെയ്ത് പോകുന്ന സമയമാണ്. ഇപ്പം മെഡിക്കൽ, അല്ലെ എഞ്ചിനീയറിംഗ്, അല്ലെ റിസർച്ച്, അല്ലെങ്കിൽ ചിലർ ഇതൊന്നുമല്ല, സമയം ആവട്ടെ എന്ന് കരുതിയിരിക്കുന്നവരുണ്ട്. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട സമയം, അതായത് പരീക്ഷ എഴുതുന്നതിനേക്കാളും പ്രവേശനം നേടുന്നതിനേക്കാളും ഒരു ടെൻഷൻ കുറയ്ക്കാൻ ഏറ്റവും അധികം പ്ലാൻ ചെയ്യേണ്ട ഒരു സമയമാണ് ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസം എന്ന് പറയുന്നത്. കാരണം വിവിധ എൻട്രൻസുകൾക്ക് എന്തായിരുന്നാലും ഏത് മേഖലയിലോട്ട് കുട്ടികൾക്ക് പോകണമെങ്കിലും, 12ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഏത് മേഖലയിലോട്ട് കുട്ടികൾക്ക് പോകണമെങ്കിലും ഒരു പ്രവേശന പരീക്ഷയിലൂടെ മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഒരു സാധ്യത എന്നുള്ളതിനപ്പുറത്ത് ആ കുട്ടിക്ക് വിവിധ കാര്യങ്ങളിൽ പ്രത്യേക കഴിവുകളുണ്ടായിരിക്കും. അതിനനുസരിച്ച് ധാരാളം, ഞാൻ പറഞ്ഞ അതുപോലെ ഒന്നും രണ്ടും അല്ല, ധാരാളം ആപ്ലിക്കേഷനുകൾ ചെയ്തു വെക്കേണ്ട ഒരു സമയമാണിത്. ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ സമയമാണ്. സാർ പറഞ്ഞതുപോലെ തന്നെ ജനുവരി, ഫെബ്രുവരി, മാർച്ച് നിങ്ങളുടെ രക്ഷിതാക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം. കാരണം സർട്ടിഫിക്കറ്റുകൾ നമ്മൾ ഏതൊക്കെ രീതിയിൽ അപ്ലൈ ചെയ്യണമെന്നൊക്കെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് ഈ 3 മാസം. അതിനുശേഷമാണ് ഏപ്രിൽ, മെയ്, ജൂൺ എന്ന് പറയുന്നത് പരീക്ഷകളുടെ സമയമാണ്. അത് കുട്ടികളുടെ സമയമാണ്. ഏപ്രിൽ, മെയ് എല്ലാ പരീക്ഷകളും, എഞ്ചിനീയറിംഗ് മേഖല, മെഡിക്കൽ മേഖല, റിസർച്ച് മേഖല, ഏത് മേഖലയാണെങ്കിലും ഈ എൻട്രൻസ് എക്സാമുകളുടെ സമയമാണ് ഏപ്രിൽ, മെയ്, ജൂൺ എന്ന് പറയുന്നത്. വീണ്ടും തിരിച്ച് രക്ഷിതാക്കളോട്ട് എത്തുന്നത് ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബറാണ്. കാരണം നമ്മുടെ ഈ കുട്ടിയെ ആ എഴുതിയ പരീക്ഷയുടെ റാങ്കിൻ്റെയും മാർക്കിൻ്റെയും റിസർവേഷൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ആ കുട്ടിക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ളത്, ഇവർ മെഡിക്കൽ കോളേജ് കൊണ്ടാക്കുക എന്നുള്ളതൊന്നും അല്ലല്ലോ. അത് ആ കുട്ടിക്ക് ആപ്റ്റാണെങ്കിൽ അത് തന്നെ, അല്ലെങ്കിൽ ആ കുട്ടിക്ക്, ആ കുട്ടിയുടെ ഭാവിക്ക്, ആ കുടുംബത്തിൻ്റെ ഭാവിക്ക് ഏതാണോ ഏറ്റവും ആപ്റ്റായിട്ടുള്ളത് അതിനനുസരിച്ച് ഈ മാസങ്ങളിൽ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ അദ്ദേഹത്തിന് ഏറ്റവും പ്രീമിയർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിക്കുക എന്നുള്ളതാണ് ആ സമയത്ത് വീണ്ടും നമ്മൾ രക്ഷിതാക്കൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഇപ്പം നമ്മൾ തീരുമാനിക്കേണ്ടത് അപേക്ഷകൾ സമർപ്പിക്കേണ്ട ഒരു സമയമാണ് ഇനി വരുന്ന 3 മാസക്കാലം. സാർ, ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ തന്നെ ചില കുട്ടികൾ ഒരു എക്സാമിൽ മാത്രം ഫോക്കസ് ചെയ്തൊക്കെ മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും. കാരണം 6ാം ക്ലാസ് മുതലൊക്കെ തന്നെ ഓരോ കുട്ടികളുടെയും ആഗ്രഹമാണ്, അല്ലെ രക്ഷിതാക്കളുടെ ആഗ്രഹമാണ് ഇന്ന കോളേജിൽ ഇന്ന രീതിയിൽ പഠനം തുടരുക എന്നൊക്കെ ഉള്ളത്. ഇപ്പോൾ നീറ്റ് എക്സാം മാത്രം ഫോക്കസ് ചെയ്ത് പോകുന്ന ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിക്ക് മറ്റ് എൻട്രൻസ് എക്സാമുകളൊക്കെ എഴുതാൻ സാധിക്കുമെങ്കിൽ അത് ഏതെല്ലാമാണ്?
തീർച്ചയായിട്ടും. കാരണം നമുക്ക് എക്സാം സ്ട്രെസ്സ് കുറയ്ക്കുക, അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ 2024-25 അധ്യയന വർഷത്തിൽ നമുക്ക് ഏറ്റവും പറ്റിയ ഒരു മേഖല കണ്ടെത്തുക എന്നൊക്കെ ഉള്ളതിന് വിവിധ എൻട്രൻസുകൾ, ധാരാളം എൻട്രൻസുകൾ, അതായത് +1 +2 ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി പഠിച്ച ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചുള്ളൂ. അതേത് സ്ട്രീമും ആകാം, സ്റ്റേറ്റ്, CBC, ISC, IGCS, ഓപ്പൺ സ്കൂള്, ഏത് രീതിയിൽ പഠിച്ച കുട്ടിക്കും എല്ലാ പരീക്ഷകളും എഴുതാം. ഏറ്റവും പ്രധാനപ്പെട്ടത് നീറ്റ് എക്സാം. മെയ് 5 തീയതി നീറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യണം, പരീക്ഷ എഴുതണം. അതിനുശേഷം CUET മെയ് 15 മുതൽ മെയ് 30 വരെയുള്ള CUET കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം. അത് ഡിഗ്രി മേഖലയിൽ 4 വർഷ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമൊക്കെ പഠിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഫോറിൻ ലാംഗ്വേജ് പഠിക്കുന്നവർക്ക്, അതല്ലെങ്കിൽ ഏറ്റവും പുതിയ പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലിലുള്ള കോഴ്സുകളൊക്കെ പഠിക്കാനായിട്ട് ഏറ്റവും നല്ലതാണ് CUET. ഏറ്റവും മിനിമം എമൗണ്ടിൽ നമുക്ക് ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റികൾ പഠിക്കാനുള്ള സാധ്യതയാണുള്ളത്. അപ്പോൾ CUET, അതുപോലെ തന്നെ കേരള എഞ്ചിനീയറിങ്, കേരള B.Pharm, എയിംസിൻ്റെ BSc നഴ്സിംഗ്, ഐസർ, നൈസർ, JEE JEE അഡ്വാൻസ്ഡ്, അങ്ങനെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി എടുത്ത ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 40ഓളം പ്രവേശന പരീക്ഷകളാണ് നമുക്ക് അപേക്ഷിക്കുവാനും അപ്ലൈ ചെയ്യാനായിട്ടുള്ളത്. സാധാരണ ഒരു കുട്ടിയെന്ന് പറഞ്ഞാൽ ഒരു 5-6 എക്സാമുകൾക്കൊക്കെയാണ് അപേക്ഷിക്കുന്നത്. അതിൽ ഒന്നാമത്തത് നീറ്റ്, രണ്ടാമത്തത് കേരള മെഡിക്കൽ കീമെന്ന് നമ്മൾ പറയുന്നത്, പിന്നെ കുസാറ്റ് ഉണ്ട്, പിന്നെ നമുക്ക് CUET ഉണ്ട്, എയിംസിൻ്റെ BSc നഴ്സിംഗ് ഉണ്ട്, ഐസറുണ്ട്, നൈസറുണ്ട്, IISc ബാംഗ്ലൂരുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട, കാരണം ഏറ്റവും ടോപ്പായിട്ടുള്ള കുട്ടികൾക്ക് അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം ഏറ്റവും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ഇപ്പോൾ എയിംസിൽ പഠിക്കുന്ന പോലെ അല്ലെ IIT പഠിക്കുന്ന പോലെ തന്നെ IISc ബാംഗ്ലൂർ. അപ്പം ഇതിനൊക്കെ അപേക്ഷകൾ സമർപ്പിക്കേണ്ട സമയമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നീറ്റിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നീറ്റ് നമുക്ക് ആ പരീക്ഷ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷം അതിൻ്റെ റാങ്ക് മാർക്ക് വെച്ചിട്ടാണെങ്കിൽ പിന്നീടാണ് നമ്മൾ ആ റാങ്ക് വന്നിട്ടാണ് നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകേണ്ടത്. കേരള മെഡിക്കലിന് മാത്രമാണ്, അല്ലെ കേരള എഞ്ചിനീയറിങ്, കേരള B.Pharm, ആർക്കിടെക്ചർ, അതിന് കീമിനും കൂടെ നമ്മൾ സെപ്പറേറ്റ് അപേക്ഷകൾ സമർപ്പിച്ചിരിക്കണം. ബാക്കിയുള്ളതെല്ലാം പ്രത്യേകം നമ്മൾ JEE ചെയ്ത പോലെ തന്നെ JEE രണ്ടാമത്തെ സെഷൻ നടക്കുന്നുണ്ട്, അതിന് വേണം അപ്ലൈ ചെയ്യാം. അപ്പം നീറ്റ് മെയ് 5 തീയതിയാണ്. JEE രണ്ടാമത്തെ സെഷൻ എഴുതുന്നത് നല്ലതാണോ? നീറ്റാണ് പ്രധാനം, നീറ്റിനാണ് ഫോക്കസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും എഴുതണം. മാക്സിമം മെയ് 5 തീയതിത്തെ പരീക്ഷയ്ക്ക്, അത് എത്ര നന്നായിട്ട് പഠിച്ച കുട്ടിയാണെങ്കിലും, ഇപ്പം ഫുൾ പഠിച്ചു തീർന്നു 720 തന്നെ ഫോക്കസ് ചെയ്യുന്ന ഒരാളാണ്, അത്രയും നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞു, എന്നാലും 2-3 ദേശീയ ലെവലുള്ള പരീക്ഷകൾ എഴുതണം. കാരണം ആ ഒരു അറ്റ്മോസ്ഫിയർ, എക്സാമിൻ്റെ ആ എക്സാം സെൻറ്ററിൻ്റെ ഒരു ആംബിയൻസ്, ഒരു അറ്റ്മോസ്ഫിയർ മനസ്സിലാക്കി ആ ഒരു കോൺഫിഡൻസ് ലെവൽ കൂട്ടാനായിട്ട് ആ ഒരു ദിവസത്തെ നഷ്ടം നോക്കരുത്. നാഷണൽ ലെവൽ പരീക്ഷകൾ എഴുതുന്നത് തന്നെയാണ് നല്ലത്. ഇതിനു മുമ്പ് ഏതൊക്കെ പരീക്ഷ ഉണ്ടോ അത് എഴുതണം. ഇനി മെയ് 5 തീയതി നമുക്ക് മാർക്ക് നിർഭാഗ്യവശാൽ അല്പം കുറഞ്ഞു പോയി, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച അത്രയും പൈസ നമുക്ക് അതിനു വേണ്ടി ചിലവാക്കാൻ സാധിച്ചില്ല, അതിന് വേണ്ടിയിട്ട് നമ്മളെന്നാൽ ഇനി CUET നമുക്ക് പഠിച്ചേക്കാം, അല്ലെ ഐസർ പഠിച്ചേക്കാം. അപ്പോൾ ഇതിന് ശേഷം നീറ്റ് പരീക്ഷയ്ക്ക് ശേഷം നമുക്കൊന്നിനും അപ്ലൈ ചെയ്യാൻ സാവകാശമില്ല. നമുക്കെല്ലാം നേരത്തെ അപ്ലൈ ചെയ്ത് വെക്കണം. എന്നിട്ട് വിവിധ പരീക്ഷകൾ എഴുതി അതിനകത്ത് റാങ്കിൻ്റെയും റിസർവേഷൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ ഏറ്റവും നല്ല തീരുമാനം എടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്നൊരു വേദന, കാരണം കുട്ടികൾക്ക് വേണ്ടി മാതാപിതാക്കൾ എന്തും ചെയ്യും, എന്തും വിൽക്കും, എന്ത് ബാധ്യതയും അവർ ഏറ്റെടുക്കും. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ പോകുമ്പം നമുക്ക് ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ടൊരു കുടുംബത്തിന് ഒരുമിച്ച് നിന്ന് ആലോചിച്ച് എവിടെ ചേരണമെന്ന് തീരുമാനിക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ 4, 5, 6 പരീക്ഷകൾക്കെങ്കിലും അപേക്ഷകൾ സമർപ്പിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോക്കസ് മാറുന്നുണ്ടോ? നമ്മുടെ നീറ്റിനുള്ള നമ്മുടെ ഫുൾ ഫോക്കസ് മാറുന്നുണ്ടോ? ഒന്നുമില്ല. കോൺഫിഡൻസ് ലെവലിൽ ഏറ്റവും കൂടാൻ അതാണ് നല്ലത്. സ്വാഭാവികമായിട്ടും ആദ്യമായിട്ടായിരിക്കാം ചിലപ്പോൾ ഒരു പ്രവേശന പരീക്ഷ അഭിമുഖീകരിക്കുന്നത്. പേരൻസിനൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ട്. സംശയങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നാണ് ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ട സർട്ടിഫിക്കറ്റുകൾ ഏതെല്ലാമാണെന്നുള്ളത്. കാരണം നമുക്ക് നമ്മുടെ കുട്ടിക്ക് നല്ലൊരു മാർക്ക് കിട്ടി, റാങ്ക് കിട്ടി. അപ്പം നമ്മൾ പലപ്പോഴും പറയുന്നത്, ഇപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞ ഒരു എപ്പിസോഡ് നമ്മൾ പറയുകയും ചെയ്തു, 440 മാർക്ക് കിട്ടി, SC വിഭാഗത്തിലുള്ള കുട്ടിയായിരുന്നു. പക്ഷേ ആ സർട്ടിഫിക്കറ്റ് കൊടുത്തത് 3 വർഷമാണ് ആ സർട്ടിഫിക്കറ്റ് വാലിഡിറ്റി. പക്ഷേ അതിന് മുമ്പുള്ള സർട്ടിഫിക്കറ്റ് ആയിപ്പോയി. അതിന് കൃത്യമായിട്ട് അവരത് ആ സർട്ടിഫിക്കറ്റ് മാറ്റണം എന്നുള്ള നോട്ടിഫിക്കേഷൻ മെമ്മോ കൊടുക്കുകയും ചെയ്തു. പക്ഷേ ഇതൊന്നും നിർഭാഗ്യവശാൽ ശ്രദ്ധിക്കാൻ പറ്റാതെ പോയി. ആ അഡ്മിഷൻ സമയത്ത് മാത്രമാണ് താങ്കൾക്ക് ഈ റിസർവേഷൻ ഉണ്ടായിട്ടും ആ സർട്ടിഫിക്കറ്റ് യഥാസമയം സമർപ്പിക്കാനോ അല്ലാതെ മാറ്റി സമർപ്പിക്കാനോ പറ്റാതെ പോയതുകൊണ്ട് ആ കുട്ടിക്ക് ഈ വർഷത്തേക്ക് വീണ്ടും
പഠിക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പം നല്ലൊരു റാങ്കും മാർക്കും കിട്ടിയാലും നമ്മൾ ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിനനുസരിച്ച് വേണം നമ്മൾ ചില സർട്ടിഫിക്കറ്റുകളെല്ലാം എല്ലാവരും തയ്യാറാക്കി വെക്കേണ്ടത് ഉൾപ്പെടെയുള്ള ആ സർട്ടിഫിക്കറ്റുകളെല്ലാം നമ്മൾ ഈ ഒരു സമയത്താണ് അതിനെക്കുറിച്ച് അറിഞ്ഞു വെക്കേണ്ടത്. ഭൂരിഭാഗം സർട്ടിഫിക്കറ്റുകൾ മേടിക്കേണ്ടത് ഏപ്രിൽ, മെയ്, ജൂൺ സമയങ്ങളിലാണ്. ഇപ്പോൾ പക്ഷേ അറിഞ്ഞു വെക്കണം, നമുക്ക് എന്തൊക്കെ സാധ്യതകളുണ്ടെന്ന് അറിഞ്ഞു വെക്കേണ്ട സമയമാണ് ഈ 2024 ജനുവരി 1 ശേഷമുള്ള സമയം. അപ്പോൾ സാർ, എല്ലാവരുടെയും കോമൺ ആയിട്ടുള്ള ഒരു സംശയം, അതായത് സർട്ടിഫിക്കറ്റുകൾ ഏതെല്ലാം വേണം? കേരളത്തിൽ ഒരു കോളേജിൽ എത്തിച്ചേരാനുള്ള ഒരു വിദ്യാർത്ഥിക്ക് എന്തെല്ലാം സർട്ടിഫിക്കറ്റുകൾ കരുതണം? തീർച്ചയായും. കാരണം ഇപ്പം നമുക്ക് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കുന്നതിനൊക്കെ അപ്പുറത്ത് ആദ്യം നമ്മളെല്ലാവരും തന്നെ ഭൂരിഭാഗം പേരുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമുക്ക് വീടിനടുത്തുള്ള ഏറ്റവും നല്ല കോളേജുകളിൽ ഒരു പ്രവേശനം നേടുക, കേരളത്തിൽ തന്നെ അപേക്ഷിക്കേണ്ടതിൻ്റെ കാര്യങ്ങളാണ്. കേരളത്തിലെ ഒരു എഞ്ചിനീയറിംഗ് മേഖലയാണെങ്കിലും മെഡിക്കൽ മേഖലയാണെങ്കിലും ഒക്കെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സർട്ടിഫിക്കറ്റിൻ്റെ പേരാണ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഈ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് പല രീതിയിലുണ്ട്, പല സംസ്ഥാനങ്ങളിലും തന്നെ അതിൻ്റെ പല രീതിയാണ്. പക്ഷേ കേരളത്തിൽ നേറ്റിവിറ്റി എന്ന് ഉദ്ദേശിക്കുന്നതിൻ്റെ അർത്ഥം അച്ഛനോ അമ്മയോ കുട്ടിയോ കേരളത്തിൽ ജന്മസ്ഥലം കാണിക്കുന്ന രേഖ എന്നാണ്. അപ്പോൾ കുട്ടി വിദേശത്ത് ജനിച്ചു, ആ കുട്ടിയുടെ പേരിൽ ഒരു നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് മേടിച്ചാൽ ശരിയാകുമോ? ഇല്ല. കുട്ടി കേരളത്തിൽ ജനിച്ചതാണെങ്കിൽ കുട്ടിയുടെ പേര് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കേരളത്തിൽ മേടിക്കാം. പ്ലേസ് ഓഫ് ബർത്ത് കേരളം എന്നുണ്ട്, അത് വാലിഡാണ്. എന്നാൽ കുട്ടി കേരളത്തിൽ ജനിക്കാത്തിടത്തോളം കാലം കുട്ടിയുടെ പേരിലുള്ള നേറ്റിവിറ്റി അല്ല വേണ്ടത്, പകരം അച്ഛനോ അമ്മയോ കേരളത്തിൽ ജനിച്ചു എന്നുള്ള സർട്ടിഫിക്കറ്റാണ് വേണ്ടത്. അതാണ് അവിടെ നേറ്റിവിറ്റിയുടെ അർത്ഥം. ഇത് പലപ്പോഴും പലർക്കും സംശയം തോന്നും. അപ്പം നമ്മുടെ കേരളത്തിലെ നിയമം അച്ഛനോ അമ്മയോ കുട്ടിയോ കേരളത്തിൽ ജനിക്കുക എന്നുള്ളതാണ്. അപ്പം അതിൽ കുട്ടി ഇവിടെ ജനിച്ചിട്ടുണ്ട്, പിന്നെ വേറെ ഒന്നും വേണ്ട. കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റാ, കുട്ടിയുടെ പാസ്പോർട്ട് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റാ. 10ാം ക്ലാസ് സ്റ്റേറ്റ് സിലബസാണ് പഠിച്ചെങ്കിൽ അതിനകത്തുണ്ട് ജന്മസ്ഥലമുണ്ട്, അത് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആയിട്ട് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടുന്ന, അക്ഷയ സെൻറ്ററിൽ നിന്ന് കിട്ടുന്ന ഓൺലൈൻ സർട്ടിഫിക്കറ്റ് അത് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ഇവിടെ കുട്ടി കേരളത്തിൽ ജനിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലാണ് അച്ഛൻ്റെയോ അമ്മയുടെയോ ജന്മസ്ഥലം കേരളത്തിൽ ഒന്നുള്ള സർട്ടിഫിക്കറ്റ് വേണ്ടത്. അത് കൃത്യമായിട്ടൊരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ് വില്ലേജ് ഓഫീസിൽ കൊണ്ടുപോയിട്ട് നേരിട്ട് എഴുതി മേടിച്ചാൽ മതി. ഇല്ലെങ്കിൽ അച്ഛൻ്റെയോ അമ്മയുടെയോ പാസ്പോർട്ടിലോ അവരുടെ 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റിലോ കേരളത്തിൻ്റെ ജന്മസ്ഥലമുണ്ട്, അതും ഈ കുട്ടിയും അച്ഛനും അമ്മയായിട്ടുള്ള ബന്ധം കാണിക്കുന്നതിന് അവരുടെ പാസ്പോർട്ടോ 10ോ അത് ഒരുമിച്ച് വെച്ചാലേ നേറ്റിവിറ്റി ആവും. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നേറ്റിവിറ്റി ആണെന്നും ആ നേറ്റിവിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ ജന്മസ്ഥലം കാണിക്കുന്ന രേഖയാണെന്നുള്ളതാണ് ആദ്യം എല്ലാവരും മനസ്സിലാക്കേണ്ടത്. അതാണ് കോമൺ ആയിട്ട് അപേക്ഷിക്കേണ്ട എല്ലാവരും സമർപ്പിക്കേണ്ടതായിട്ട് വരുന്നത്. പിന്നെ ചോദിക്കും ഡൊമിസിൽ, അതായത് കേരളത്തിന് പുറത്ത് ഒരു സ്ഥലത്ത് നമ്മൾ അഡ്മിഷൻ എടുത്താൽ ഓൾ ഇന്ത്യ കോട്ടയിലൊന്നും ചോദിക്കാറില്ല. സാധാരണ സ്റ്റേറ്റ് കോട്ടകളിൽ വെളിയിൽ പോയി സ്റ്റേറ്റ് കോട്ടകളിൽ ചോദിച്ചാലാണ് ഡൊമിസിൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് നമ്മളുടെ അഡ്രസ്സ്, നമ്മളുടെ ആധാർ, നമ്മളുടെ പെർമനൻറ്റ് റെസിഡൻ്റ് ഒക്കെ എവിടെയാണ്, ഏത് സ്റ്റേറ്റ് ആണെന്നുള്ളതാണ് ഡൊമിസിൽ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ അക്ഷയ സെൻറ്ററിൽ നിന്നുള്ള ഓൺലൈനായിട്ടുള്ള തഹസീൽദാരുടെ വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് മതി. പക്ഷേ അത് അഡ്മിഷൻ എടുക്കുന്നതിൽ 1% താഴെയുള്ളവർക്ക് മതി. അപ്പോൾ എല്ലാവരും ഡൊമിസിൽ എടുക്കണോ? വേണ്ട. ഡൊമിസിൽ വേണ്ടത് ഏറ്റവും കുറച്ച് ആൾക്കാർക്ക് മതി. അതിപ്പോഴൊന്നും എടുക്കേണ്ടതില്ല. ഒരാപ്ലിക്കേഷനിലും ഡൊമിസിൽ ചോദിച്ചിട്ടില്ല, പകരം കേരളയ്ക്ക് അപ്ലൈ ചെയ്യുമ്പം നേറ്റിവിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. പിന്നെ വേണ്ടത് ഇൻകം സർട്ടിഫിക്കറ്റ്. എല്ലാവരും ഇൻകം സർട്ടിഫിക്കറ്റ് വേണ്ടതുണ്ടോ? ഇല്ല. നമുക്ക് റിസർവേഷൻ കാറ്റഗറിയിലുള്ളവർ, അത് OBC നോൺ ക്രിമിനലുകാർ ഇൻകം സർട്ടിഫിക്കറ്റ് വേണ്ട. അതുപോലെ തന്നെ EWSകാർ ഇൻകം സർട്ടിഫിക്കറ്റ് വേണ്ട. സമർപ്പിച്ചെന്നോർത്ത് കുഴപ്പം വല്ലതും ഉണ്ടോ? ഒരു കുഴപ്പമില്ല. മസ്റ്റായിട്ട് വേണ്ട എന്ന് പറഞ്ഞതുള്ളൂ. എന്നാൽ ബാക്ക്വേർഡ് ഹിന്ദു വിഭാഗം, അതായത് OECയിൽ വരണമെങ്കിൽ നിയമം എന്ന് പറയുന്നത് 6 ലക്ഷത്തിൽ താഴെ വരണം. അങ്ങനെയുള്ളവരാണ് ഇൻകം സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടവർ. ഇനി എൻജിനീയറിംഗ് വിഭാഗത്തിന് അപേക്ഷിക്കുന്നവർ, വളരെ കുറഞ്ഞ വരുമാനമുള്ളവർ, അവർക്ക് എൻജിനീയറിങ്ങിനും ഈ സ്വകാര്യ മേഖലയിലൊക്കെ പോകേണ്ടി വരുവാണെങ്കിലും അർദ്ധ സർക്കാർ മേഖലയിലൊക്കെ പോകേണ്ടി വരുവാണെങ്കിലും ഫീസ് കൺസെഷൻ ഉണ്ട്. അപ്പോൾ ഏത് വിഭാഗത്തിലുള്ളവരാണെങ്കിലും എൻജിനീയറിങ്ങിന് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ വരുമാനം കുറഞ്ഞവരെല്ലാം ഇൻകം സർട്ടിഫിക്കറ്റ് വെക്കുന്നത് നല്ലതാണ്. 1 ലക്ഷത്തിലൊക്കെ താഴെയാണെങ്കിൽ 2 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ വെക്കുന്നത് നല്ലതാണ്. ഫീ വേവർ സ്കീമിൽ വരും. അപ്പം മെഡിക്കലിനതുണ്ടോ? മെഡിക്കലിന് BPL സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞുണ്ടോ? ഇല്ല. 2020 വരെ ഉണ്ടായിരുന്നു. എല്ലാ സമുദായത്തിലും എല്ലാവരിലും യാതൊരുവിധ റിസർവേഷനും നോക്കാതെ വരുമാനം കുറഞ്ഞവർക്ക് ഗവൺമെൻറ് മേഖലയിലോ സ്വകാര്യ മേഖലയിലോ ഡീംഡ് മേഖലയിലൊന്നും മെഡിക്കലിന് ഫീസ് കുറവില്ല. MBBS ആണെങ്കിലും BDS ആണെങ്കിലും അഗ്രികൾച്ചർ, വെറ്റിനറി, ഏത് മേഖലയാണെങ്കിലും
വരുമാനത്തിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ ഫീസ് കൺസെഷൻ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ എല്ലാവരും ഇൻകം സർട്ടിഫിക്കറ്റ് വേണോ? വിദേശത്തുള്ളൊരു NRI ആയിട്ടുള്ളൊരു ആൾ അദ്ദേഹം ഇൻകം സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ടോ? ഇല്ല എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് വേണ്ടത് പിന്നെ അറിയാം, ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, തമ്പ് ഇംപ്രഷൻ പോലുള്ള ഡോക്യുമെൻറ്റ്സ് ആണ് പിന്നെ ശരിയാക്കേണ്ടത്. പിന്നെ വേണ്ടത് മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറയും. ഗവൺമെൻറ് കോളേജുകളിൽ മൈനോറിറ്റി ഉണ്ടോ? ഇല്ല. ഗവൺമെൻറ് കോളേജുകളുള്ളത് OBC നോൺ ക്രിമിലെയർ, EWS, SC, ST ഇങ്ങനെയുള്ള സർട്ടിഫിക്കറ്റാണ് വേണ്ടത്. മൈനോറിറ്റി എന്ന് പറയുന്നത് സെൽഫ് ഫിനാൻസിങ് മേഖലയിൽ മാത്രമേ ഉള്ളൂ. കേരളത്തിലെ 19 സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ 7 ക്രിസ്ത്യൻ വിഭാഗത്തിലും 6 മുസ്ലിം വിഭാഗത്തിലുമുള്ള കോളേജുകളിൽ അതാത് സമുദായം എന്ന് കാണിക്കാനുള്ള മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. അത് ആ കോളേജുകളിൽ മാത്രമാണ്. അപ്പോൾ ക്രിസ്ത്യൻ ആണെങ്കിൽ മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ നല്ല മാർക്കുള്ള ഒരാളാണ്, 650, 700 ഒക്കെ കിട്ടുന്ന ഒരാളാണ്, മൈനോറിറ്റി കൊടുത്തു എന്നോർത്ത് കുഴപ്പമുണ്ടോ? ഇല്ല. അതൊരു ബാക്കപ്പായിട്ട് കൊടുത്തന്നേ ഉള്ളൂ. അതായത് ഇപ്പോൾ 590 മാർക്ക് കിട്ടി, അദ്ദേഹത്തിന് ഉദ്ദേശിച്ചൊരു കോളേജ് കിട്ടാൻ ചിലപ്പോൾ ഇത് ഉപകരിച്ചേക്കാം. അപ്പോൾ കൊടുത്തു എന്നോർത്തുകൊണ്ട് കുഴപ്പമില്ല. മൈനോറിറ്റി എന്ന് പറയുന്നത് സ്വകാര്യ മേഖലയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ്. പിന്നെ OBC നോൺ ക്രിമിലെയർ. OBC നോൺ ക്രിമിലെയർ ഇപ്പോൾ ഈഴവ വിഭാഗമാണെങ്കിലും മുസ്ലിം വിഭാഗമാണെങ്കിലും 2 എണ്ണം നമുക്ക് വേണം. ഒന്ന് തഹസീൽദാരുടെ സെൻട്രൽ പർപ്പസിനുള്ളതും മറ്റൊന്ന് വില്ലേജ് ഓഫീസറുടെ സ്റ്റേറ്റ് പർപ്പസിനുള്ളതും. അതിപ്പോൾ മേടിക്കാം. 2024 ജനുവരി 1 ശേഷമുള്ളതെല്ലാം വേണം മേടിക്കാം. പക്ഷേ തഹസീൽദാരുടെ സർട്ടിഫിക്കറ്റ് ഇപ്പം മേടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അഡ്മിഷൻ സമയത്ത് മതി. പക്ഷേ വില്ലേജ് ഓഫീസറുടേത് ഇപ്പോൾ തന്നെ വേണം. നമുക്ക് കീമിന് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. EWS സർട്ടിഫിക്കറ്റ് അതും 2 എണ്ണം ഉണ്ട്. തഹസീൽദാരുടെ ഉണ്ട്, വില്ലേജ് ഓഫീസറുടെ ഉണ്ട്. 2 മേടിക്കണോ? കിട്ടുന്നവർ മേടിക്കുക. നോൺ ക്രിമിലെയറിന് നിയമം ഒന്ന് തന്നെ ആയതുകൊണ്ട് എല്ലാവർക്കും കിട്ടും. സെൻട്രൽ പർപ്പസും സ്റ്റേറ്റ് പർപ്പസും കിട്ടും. പക്ഷേ EWS അങ്ങനെയല്ല, 2 നിയമമാണ്. അതുകൊണ്ട് സെൻട്രൽ പർപ്പസ് ഉള്ളവർ അങ്ങനെ മേടിക്കുക, സ്റ്റേറ്റ് പർപ്പസും കിട്ടുമെങ്കിൽ അങ്ങനെയും മേടിക്കുക, ഇല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് മേടിക്കുക. കൂടുതൽ പ്രയോജനം ഏതിനാ? സ്റ്റേറ്റിലുള്ള EWS സർട്ടിഫിക്കറ്റ്, വില്ലേജ് ഓഫീസ് എന്നുള്ള EWS സർട്ടിഫിക്കറ്റിനാണ് കൂടുതൽ ബെനിഫിറ്റ്, കൂടുതൽ പ്രയോജനം. പിന്നെ ESIക്കായിട്ട് നമ്മൾ ഇപ്പോഴെന്തെങ്കിലും കരുതേണ്ടതായിട്ടുണ്ടോ? ഒന്നുമില്ല. അത് നീറ്റിൻ്റെ പരീക്ഷ കഴിഞ്ഞിട്ട് മാത്രം മതി സർട്ടിഫിക്കറ്റ്. അത് സംബന്ധിച്ച് ആപ്ലിക്കേഷനോ സർട്ടിഫിക്കറ്റോ ഒന്നും ഇപ്പം കരുതേണ്ടതായിട്ടില്ല. ഈ 3 മാസങ്ങളിൽ കരുതേണ്ടതായിട്ടില്ല. പിന്നെ NRI സീറ്റുകൾ. ഇപ്പം നമുക്ക് മാർക്ക് അല്പം കുറവാണെങ്കിലും സെൽഫ് ഫിനാൻസിങ് മേഖലയിൽ, ഗവൺമെൻറ് മേഖലയിൽ NRI സീറ്റ് ഇല്ല. കേരളത്തിലോ കേരളത്തിന് പുറത്തോ ഗവൺമെൻറ് മേഖലയിൽ എങ്ങും NRI സീറ്റ് ഇല്ല. മാർക്ക് കുറവാണെങ്കിലും ഞാനൊരു NRIയിൽ ഒരു ഗവൺമെൻറ് സീറ്റ് എടുത്തേക്കാന്ന് വെച്ചാൽ അങ്ങനെ ഇല്ല. സ്വകാര്യ മേഖലയിലും ഡീംഡ് മേഖലയിലും മാത്രമേ NRI സീറ്റ് ഉള്ളൂ. അപ്പോൾ എനിക്കൊരു 500 മാർക്കേ ഉള്ളൂ. അങ്ങനെ കിട്ടിയാൽ നമുക്ക് മെറിറ്റിൽ കിട്ടിയേക്കാം 7.5 lakhs per year കിട്ടിയേക്കാം. എന്നാലും എനിക്കൊരു NRI സീറ്റ് ആണെങ്കിലും വേണം. അതല്ല, എനിക്ക് 200 മാർക്കേ കിട്ടുകയുള്ളൂ, എന്നാലും എനിക്കൊരു NRI സീറ്റ് വേണം. അല്ലെ 130 മാർക്കേ കിട്ടുകയുള്ളൂ, എന്നാലും എനിക്കൊരു NRI സീറ്റ് വേണമെന്നുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റുകൾ വേണേൽ കരുതി വെക്കാം. 2024 ഡിസംബർ 31 വരെ വാലിഡ് ആയിട്ടുള്ളൊരു വിസ ഉണ്ടായിരിക്കണം. അതിനകത്ത് ജോബ് മെൻഷൻ ചെയ്യണം. അതുപോലെ തന്നെ അവിടെ വിദേശത്ത് ജോലി ചെയ്യുക എന്നുള്ള എംപ്ലോയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് കരുതി വെക്കാം. പാസ്പോർട്ട് റെഡിയാക്കി വെക്കാം. ഒരു സ്പോൺസർ വേണം. ബ്ലഡ് റിലേഷൻ, രക്തബന്ധത്തിലുള്ളൊരു സ്പോൺസർ വേണം. അച്ഛനോ അമ്മയാണ്, അത് മതി. അപ്പോൾ 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റ് തന്നെ ആയി, രക്തബന്ധമായി. പിന്നെ പ്രത്യേകിച്ച് വേറെ റിലേഷൻ സർട്ടിഫിക്കറ്റ് വേണ്ട. അച്ഛനോ അമ്മയോ NRI അല്ലെങ്കിൽ മറ്റ് രക്തബന്ധത്തിലുള്ള ആരെങ്കിലും ഒരാൾ സ്പോൺസർ ചെയ്താൽ സ്വകാര്യ മേഖലയിൽ NRI സീറ്റിന് ആഗ്രഹമുള്ളവർ എല്ലാവരും കൊടുക്കേണ്ടതാണോ? അല്ല. NRI സീറ്റ് വേണമെന്നുള്ളവർ മാത്രം അങ്ങനെ ഒരു ചിന്ത പോയാൽ മതി. 20 ലക്ഷത്തിന് മുകളിൽ ഫീസ് കൊടുത്ത് പോകണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അതും വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം അച്ഛനും അമ്മയും അല്ലെങ്കിൽ രക്തബന്ധത്തിലുള്ള ആരെങ്കിലും കണ്ടുപിടിക്കുക, അവർ സ്പോൺസർ ചെയ്യാൻ നോക്കുക. അപ്പം അവരുടെ അക്കൗണ്ടിൽ നിന്ന് ഫീസ് ട്രാൻസ്ഫർ ചെയ്യേണ്ടി പറ്റുമെന്നൊക്കെ ആ സ്പോൺസറിനൊരു പേടി തോന്നും. ബാധ്യത ഉണ്ടാകുമോ? ഞാൻ എന്തെങ്കിലും ഇനി 4 വർഷം ഈ കുട്ടിയെ ഞാൻ സ്പോൺസർ ചെയ്താൽ എൻ്റെ അക്കൗണ്ട് വഴിയാണോ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ കുട്ടി ഫീസ് അടച്ചില്ല ഞാനാണോ ഉത്തരവാദി എന്നൊക്കെ തോന്നും. ഒന്നുമല്ല, നമ്മളെ സ്പോൺസർ ചെയ്താൽ മാത്രം മതി. ഫീസ് അടയ്ക്കുന്നതെല്ലാം പേരൻസിൻ്റെ ഉത്തരവാദിത്തമാണ്. പേരൻറ്റിൻ്റെ അക്കൗണ്ടിൽ നിന്ന് തന്നെയാണ് അടയ്ക്കേണ്ടത്. അതിനൊന്നും യാതൊരു കുഴപ്പമില്ല. ഡോളറായിട്ട് അടയ്ക്കണം അങ്ങനെയൊന്നുമില്ല. അത് 1-2 ഡീംഡ് കോളേജുകളിൽ മാത്രമേ ഉള്ളൂ ഡോളറിൽ അടയ്ക്കണം എന്നൊക്കെ ഉള്ളൂ. വേറെ എങ്ങും അങ്ങനെയൊന്നുമില്ല. പേരൻറ്റിന് തന്നെ അടയ്ക്കാം. അപ്പം NRI വേണ്ട കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആലോചിച്ച് വെക്കാം. വിസ, പാസ്പോർട്ട്, ബന്ധം കാണിക്കുന്ന രേഖ,
അഫിഡേവിറ്റ്, സത്യവാങ്മൂലം, 4.5 വർഷവും ഞാൻ ഈ ഫീസ് സ്ട്രക്ചറിൽ പഠിപ്പിച്ചോളാം എന്നുള്ളത്, അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തയ്യാറാക്കി വെക്കാം. ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ. ഇതിനപ്പുറത്തേക്ക് നമുക്ക് ഈ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ വാലിഡ് ആയിട്ടുള്ള ആധാർ വേണം. അപ്പം അതുപോലെ തന്നെ പാസ്പോർട്ട് ഏതാണോ കൊണ്ടുപോകേണ്ടത്, വാലിഡായിട്ട് ഫോട്ടോ ഉള്ള, അപ്പോൾ അതൊക്കെ ഒന്ന് നേരത്തെ നോക്കി വെക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ പരീക്ഷയുടെ തലേ ദിവസം നോക്കുമ്പം ഫോട്ടോ ചെറുതായിപ്പോയി, ഫോട്ടോ പഴയ ഫോട്ടോ, അതൊക്കെ ഒഴിവാക്കാനായിട്ട് അഡ്മിറ്റ് കാർഡ് അല്ലാതെ വാലിഡായിട്ടുള്ളൊരു ID പ്രൂഫ്, പുതിയ ഫോട്ടോ ഉള്ള ആധാർ ആകാം, പാസ്പോർട്ടാകാം. ആധാർ അപ്ഡേറ്റ് ചെയ്യാൻ അന്ന് തന്നെ കിട്ടുന്ന എൻറോൾമെൻറ്റ് ഫോമുണ്ട്. നമ്മൾ അക്ഷയ ചെന്നിട്ട് ആധാർ അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ അപ്പോൾ തന്നെ കിട്ടുന്നൊരു എൻറോൾമെൻറ്റ് ഫോമുണ്ട്. അത് മതി പരീക്ഷയ്ക്ക്. +2 ഹോൾ ടിക്കറ്റ് മതി പരീക്ഷയ്ക്ക്. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് കൂടാതെ, ഇപ്പം നീറ്റ് ആകാം, JEE മെയിൻ ആകാം, JEE അഡ്വാൻസ്ഡ് ആകാം, CUET ആകാം, കേരള എഞ്ചിനീയറിംഗ് ആകാം, കേരള BPharm ആകാം, ഏത് പരീക്ഷയ്ക്കും ഒരു വാലിഡ് ആയിട്ടുള്ള ID പ്രൂഫ് വേണം. അപ്പം അതിൻ്റെ അഡ്മിറ്റ് കാർഡ് അല്ലാതെ ഈ പറഞ്ഞ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഫോട്ടോ ഉള്ളൊരു കാര്യങ്ങളൊക്കെ ഇപ്പോൾ വേണേൽ തയ്യാറാക്കി വെക്കാം. അപ്പോൾ ഏറ്റവും പ്രധാനം നമുക്ക് പഠിച്ച സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട പരീക്ഷകൾക്കെല്ലാം അപ്ലൈ ചെയ്യാൻ അതാത് സമയത്ത്, ഇപ്പോൾ ജനുവരി മുതൽ ആപ്ലിക്കേഷൻ എല്ലാം ക്ഷണിച്ചു തുടങ്ങും, എല്ലാത്തിനും തുടങ്ങും. അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം ചെയ്തു വെക്കാനുള്ളതാണ് ഈ 3 മാസക്കാലം. ഇതിൻ്റെ എല്ലാം കൃത്യമായ നോട്ടിഫിക്കേഷൻസ് നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. സർ, അതുപോലെ തന്നെ NRI ആയിട്ടുള്ള ആളുകൾക്കുള്ളൊരു സ്ഥിരം സംശയമാണത്. അവരിപ്പോൾ വിദേശത്താണ്, അപ്പോൾ അവർക്ക് NRI എന്ന് പറഞ്ഞ് അവരപേക്ഷിക്കുമ്പോൾ NRI സീറ്റ് മാത്രമുള്ളോ, അത് ഒരുപക്ഷെ ആ കുട്ടിക്ക് നല്ല മാർക്ക് ഉണ്ടായിരിക്കും, നീറ്റിൽ നല്ലൊരു സ്കോർ കരസ്ഥമാക്കിയ വിദ്യാർത്ഥിയായിരിക്കാം. അപ്പോൾ ഇൻ കേസ് നല്ല മാർക്ക് ഉണ്ടെങ്കിലും ഒരു ഗവൺമെൻറ് സീറ്റ് നഷ്ടമാകുമോ എന്നത്? തീർച്ചയായിട്ടും. കാരണം നമ്മൾ എത്രത്തോളം എല്ലാവർക്കും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പോലും ഇപ്പോഴും വിദേശങ്ങളിൽ, ഗൾഫ് മേഖലയിൽ നമ്മുടെ പ്രയോജനത്തിന് വേണ്ടിയിട്ട് ഗൾഫിൽ പോയി ജോലി ചെയ്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, അല്ലെങ്കിൽ വർഷങ്ങളോളം 25-30 വർഷങ്ങളായിട്ട് ഗൾഫിൽ ജോലി ചെയ്യുന്നവരൊക്കെ ഒരു സംശയമാണ്, കേരളത്തിലുള്ള കോളേജുകളിൽ നമുക്ക് NRI സീറ്റ് മാത്രമേ കിട്ടുകയുള്ളൂ എന്ന്. ഇനി NRI തന്നെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരുമോ എന്നുള്ളത്. യാതൊരു നിർബന്ധവുമില്ല. ഗൾഫ് മേഖല എന്നല്ല, എവിടെ വേണേ ആയിക്കൊള്ളട്ടെ, നിങ്ങൾ അച്ഛനോ അമ്മയോ NRI ആയി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് NRI സീറ്റ് മാത്രമല്ല, കേരളത്തിൽ ജനിച്ച് കേരളത്തിൽ +2 പഠിച്ച് കേരളത്തിൽ താമസിക്കുന്ന ഒരാളുടെ എല്ലാ ആനുകൂല്യങ്ങളും വിദേശങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും കിട്ടും. NRI ആണെങ്കിലും കിട്ടും. കൂടുതൽ ബെനിഫിറ്റേ ഉള്ളൂ. ഇത് കൂടാതെ ഒരു NRI സീറ്റ് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള അർഹതയുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ വിദേശത്തുള്ളവരെല്ലാം NRI സീറ്റിന് വേണ്ടി മാത്രമല്ല അപ്ലൈ ചെയ്യേണ്ടത്. എല്ലാ സീറ്റും, എയിംസും ജിപ്മറും AFMCയും എല്ലാ സീറ്റും കിട്ടും. കിട്ടാത്ത സീറ്റ് എന്ന് പറഞ്ഞാൽ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജ്. കുട്ടി വിദേശത്താണ് പഠിക്കുന്നതെങ്കിൽ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ മാത്രം 7 വർഷം ഇന്ത്യൻ ഡൊമിസിലായിരിക്കണം എന്നുണ്ട്. ഇതല്ലാതെ ഗവൺമെൻറ് മേഖലയിലോ സ്വകാര്യ മേഖലയിലോ യാതൊരു നിർബന്ധവുമില്ല. അവർക്ക് എല്ലാ സീറ്റുകൾക്കും അർഹതയുണ്ടാവും. അതോടൊപ്പം ഇനി NRI ആയിട്ട് അപ്ലൈ ചെയ്തെന്ന് വിചാരിക്കുക. നീറ്റിന് അപ്ലൈ ചെയ്യപ്പോൾ NRI വെച്ച് അപ്ലൈ ചെയ്തു, കീമിന് അപ്ലൈ ചെയ്യപ്പോഴും NRI അപ്ലൈ ചെയ്തു എന്ന് പറഞ്ഞാലും നല്ല മാർക്കും നല്ല റാങ്കും ഉണ്ടെങ്കിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജും അവർക്ക് കിട്ടും. എയിംസ് കിട്ടും, ജിപ്മർ കിട്ടും. ഇപ്പോൾ 670 മാർക്കുണ്ട്, ഏത് സീറ്റും കിട്ടും. 500 പോയി കഴിഞ്ഞാലും വേണമെങ്കിൽ NRI സീറ്റ് എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അല്ല NRI അപ്ലൈ ചെയ്തതെന്ന് വിചാരിച്ച് അർഹതയുള്ള ഗവൺമെൻറ് സീറ്റ് നഷ്ടപ്പെടുകയില്ല. സർ, ഇത്തവണയും കുറേ അധികം കമൻറ്റുകൾ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയ 1-2 കമൻറ്റുകൾക്ക് നമ്മൾ മറുപടി കൊടുക്കുക. അപ്പോൾ സാർ, ഒരു 11 ലൈക്കോളം കിട്ടിയ ഒരു ചോദ്യമുണ്ട്. സാർ, BVSC ആൻഡ് AH ടാർഗറ്റ് സ്കോർ എത്രയാണ്? BVSCയുടെ കൂടുതൽ ഡീറ്റെയിൽസ് പങ്കുവയ്ക്കാമോ? തീർച്ചയായിട്ടും. നമ്മൾ ഒരു എപ്പിസോഡ് തന്നെയാണ് അതിനായിട്ട് മാറ്റി വെച്ചിരിക്കുന്നത്. നമ്മൾ മറ്റൊരു എപ്പിസോഡ് തന്നെ അതായത് MBBSന് അപ്പുറത്തുള്ള സാധ്യതകൾ, യഥാർത്ഥത്തിൽ നമുക്ക് അതിനുള്ളൊരു എപ്പിസോഡിന് സമയം കിട്ടാതെ പോയതാണ്. കാരണം നീറ്റ് എന്ന് പറയുന്നത് MBBS മാത്രം ഫോക്കസ് ചെയ്യുന്നതല്ലല്ലോ. ഏതാണ്ട് 13 മെഡിക്കൽ കോഴ്സുകളാണ് നീറ്റിൽ നിന്ന് കിട്ടുന്നത്. കാരണം ഇനിയുള്ള ഏറ്റവും അധികം സാധ്യതകൾ വരുന്ന BSc നഴ്സിങ്ങിന് പോലും ഏറ്റവും നല്ല പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കിട്ടുന്നത് നീറ്റ് വെച്ചിട്ടാണ്. അതായത് RAKയും മൗലാനയും ജിപ്മറും മിലിറ്ററി നഴ്സിംഗും പോലെയുള്ള BSc നഴ്സിംഗിനൊക്കെ നീറ്റാണ്. അതുപോലെ തന്നെയാണ് ഏറ്റവും അധികം കുട്ടികൾക്ക് താല്പര്യമുള്ള വെറ്റിനറി കോഴ്സ്. ഇന്ന് ഈ പെറ്റ്സിനോടുള്ള താല്പര്യം കൊണ്ടും വിദേശത്തൊക്കെയുള്ള ഇത്രയും സാധ്യതയുള്ളത് കൊണ്ടും MBBSൻ്റെ അത്രയൊന്നും റിസ്ക് ഇല്ലാത്തത് കൊണ്ടൊക്കെ ആയിരിക്കാം വലിയ ഒരു താല്പര്യമാണ് വെറ്റിനറി മേഖലയിൽ ഇനി ഈ ഒരു കാലഘട്ടത്തിലെ കുട്ടികൾ പ്രകടിപ്പിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ വളരെ കുറച്ച് കോളേജുകൾ മാത്രമേ ഉള്ളൂ. കേരളത്തിൽ 2 കോളേജുകൾ മാത്രമേ വെറ്റിനറിക്ക് നിലവിലുള്ളൂ. വെറ്റിനറിയുടെ കേരളത്തിലുള്ള ഈ 2 കോളേജുകളിലെ 85% നീറ്റിൻ്റെ മാർക്ക് വെച്ച് തയ്യാറാക്കുന്ന കേരള മെഡിക്കൽ റാങ്കിൽ നിന്ന്. ബാക്കിയുള്ള ഓൾ ഇന്ത്യ തലത്തിലുള്ള മുഴുവൻ സീറ്റുകളും കേരളത്തിലെ കോളേജ് ഉൾപ്പെടെയുള്ള
ഓൾ ഇന്ത്യ തലത്തിലുള്ള മുഴുവൻ സീറ്റുകളുടെ 15% ഓൾ ഇന്ത്യ കോട്ട വെറ്റിനറി സീറ്റ് നടക്കുന്നത് നീറ്റിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഒരു കുട്ടിക്ക് ഗവൺമെൻറ് മേഖലയിൽ വെറ്റിനറി കിട്ടണമെങ്കിൽ നീറ്റ് എഴുതിയേ പറ്റൂ, മറ്റൊരു മാർഗമില്ല. അപ്പം വെറ്റിനറിക്ക് സ്വകാര്യ മേഖലയുണ്ടോ? നിലവിലില്ല. കേരളത്തിൽ നിലവിലുള്ള സ്വകാര്യ മേഖലയിൽ വെറ്റിനറി കോളേജ് ഇല്ല. കേരളത്തിന് പുറത്തും നേരിട്ട് നീറ്റിൻ്റെ റാങ്കിൽ നിന്ന് കിട്ടുന്ന സ്വകാര്യ മേഖലയിലുള്ള വെറ്റിനറി കോളേജ് ഇല്ല. ആകെ 2 കോളേജുകളാണ് ഡീംഡ് മേഖലയിലുള്ളത്. ഇതിനപ്പുറത്ത് തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും അല്ലുള്ള മറ്റുള്ള സംസ്ഥാനത്തിലെയും സ്വകാര്യ മേഖലയിലുള്ള വെറ്റിനറി കോളേജുകളിൽ മാനേജ്മെൻറ്റ് കോട്ട, അതായത് +2 മാർക്കിൻ്റെയോ അല്ലെങ്കിൽ അവിടെ അപേക്ഷ കൊടുക്കുന്നതനുസരിച്ചോ അങ്ങനെ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ, ഇപ്പോൾ പോണ്ടിച്ചേരിയിലൊക്കെ ഉണ്ട് 8 ലക്ഷവും 10 ലക്ഷവും ഒക്കെയാണ് വാർഷിക ഫീസ് കൊടുത്ത് വെറ്റിനറിക്ക് പോകുന്നവരുണ്ട്. അതൊന്നും നീറ്റുമായിട്ട് ബന്ധമില്ല. അതാത് കോളേജുകളിൽ നേരിട്ട് അപ്ലൈ ചെയ്യുക. അവിടെ അവർ പറയുന്ന പ്രൊസീജിയർ അനുസരിച്ച് വലിയ ഫീസ് കൊടുത്ത് വേണമെങ്കിൽ പോകാം. പക്ഷേ ഗവൺമെൻറ് മേഖലയിലും അത് ഓൾ ഇന്ത്യ കോട്ടയാണെങ്കിലും കേരള കോട്ടയാണെങ്കിലും നീറ്റിൽ നിന്ന് മാത്രമേ വെറ്റിനറി കിട്ടുകയുള്ളൂ. കഴിഞ്ഞ വർഷത്തെ റാങ്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം 2 കോളേജുകളെ വെറ്റിനറിക്കുള്ളൂ എന്ന് പറഞ്ഞു. കേരള മെഡിക്കലിന് 5500-ലെ 6000, അതായത് ഒരു 560-നും 540 മാർക്കിനും ഇടയിൽ ലഭിച്ചെങ്കിൽ മാത്രമേ വെറ്റിനറിക്ക് പ്രവേശനം കിട്ടുള്ളൂ. അത്രയ്ക്ക് ഡിമാൻഡുള്ളതാണ്. അതായത് ഗവൺമെൻറ് MBBS കഴിഞ്ഞ് കഴിഞ്ഞാൽ അഗ്രികൾച്ചറും വെറ്റിനറിയുമാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്, നമുക്ക് മനസ്സിലാവും. അതിൽ കോളേജ് കുറവുള്ളതുകൊണ്ട് തന്നെ ഏറ്റവും ഉയർന്ന മാർക്കുണ്ടെങ്കിലേ വെറ്റിനറി പ്രവേശനം കിട്ടുകയുള്ളൂ. അപ്പം ഒരു 560-ന് മുകളിൽ ടാർഗറ്റ് ചെയ്ത് കേരള മെഡിക്കൽ റാങ്ക് ഒരു 4500, 5000-ന് മുകളിൽ നമുക്ക് വന്നെങ്കിൽ മാത്രമേ 3ാം ഘട്ടത്തിലെങ്കിലും കേരളത്തിൽ വെറ്റിനറി കിട്ടുകയുള്ളൂ. ഓൾ ഇന്ത്യ തലത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു 500 മാർക്ക് വരെ കിട്ടിയിട്ടുണ്ട്. 4 ഘട്ടമായിട്ട് അലോട്ട്മെൻറ്റ് നടന്നപ്പോൾ 500 മാർക്ക് വരെയുള്ളവർക്ക് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു വെറ്റിനറിക്ക് പ്രവേശനം കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവിടെയും നമുക്ക് തമിഴ്നാട്ടിലെ പോലുള്ള ടോപ്പ് കോളേജിൽ വേണമെന്നുണ്ടെങ്കിൽ 580, 570 മാർക്കുള്ളവർക്ക് ടോപ്പ് കോളേജുകളിൽ ഓൾ ഇന്ത്യ വെറ്റിനറിക്ക് നീറ്റിൻ്റെ മാർക്ക് വെച്ചിട്ട് പ്രവേശനം കിട്ടിയിട്ടുള്ളൂ. ഇതുപോലെ തന്നെ അഗ്രികൾച്ചർ, ആയുർവേദം, ഹോമിയോ, ഫിഷറീസ്, ഫോറസ്ട്രി, ഇങ്ങനെ നിരവധി പ്രോഗ്രാമുകളെക്കുറിച്ച് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട്. സർ, അതുപോലെ തന്നെ ആർദ്ര എന്ന് പറയുന്നൊരു പ്രേക്ഷക നമുക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ 17 വയസ്സുണ്ട്. ഇപ്പോൾ 2025 സെപ്റ്റംബറിൽ +1 പഠിക്കുന്നു. പോസിബിൾ ആണോ നീറ്റ് 2020? തീർച്ചയായിട്ടും. കാരണം ഇടയ്ക്ക് പലർക്കും ഉള്ള സംശയമുണ്ട്, ഈ നീറ്റ് എഴുതുന്നതിന് ഏജ് ലിമിറ്റ് എന്നുള്ളത് 17 പൂർത്തിയാകുന്നതാണോ? അങ്ങനെ ഒരു സംശയം എല്ലാവർക്കും ഉണ്ട്. ഇടയ്ക്ക് തന്നെ NMCയുടെ ഒരു റൂളും വന്നായിരുന്നു, ജനുവരിയിൽ 17 ആകുന്നവർക്ക് എക്സാം എഴുതാൻ പറ്റുകയുള്ളൂ എന്ന് പറയും. പക്ഷേ അതെല്ലാം മാറ്റി പഴയ പോലെ തന്നെ, അതായത് 2024 നീറ്റ് എഴുതണമെങ്കിൽ എന്താണ് പ്രവേശനത്തിൻ്റെ യോഗ്യത എന്ന് ചോദിച്ചാൽ 31/12/2007 മുമ്പ് ജനിച്ചവരായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ 17 ആയാൽ മതി. ഓൺ ഓർ ബിഫോർ 31 ഡിസംബർ 2007 എന്നുള്ളതാണ് 2024 നിയമം. 2025 ഇപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഓൺ ഓർ ബിഫോർ 31 ഡിസംബർ 2008 മതി. അപ്പോൾ എലിജിബിൾ ആണ്. അപ്പം നമ്മുടെ കുട്ടി എലിജിബിൾ ആണ്, യാതൊരു സംശയവുമില്ല. ധൈര്യമായിട്ട് നീറ്റിന് പ്രിപ്പയർ ചെയ്യാം. സർ, അതുപോലെ തന്നെ ഒരു പ്രേക്ഷകൻ സൽമാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. സർ, ESI കോട്ടയാണോ ജനറൽ കോട്ടയാണോ MBBSന് ബെസ്റ്റ്? ESI കോട്ടയ്ക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ട്? തീർച്ചയായിട്ടും. അപ്പം നല്ല മാർക്കുണ്ട്. 600, 610 അല്ല 640 മാർക്കൊക്കെ ഉള്ളൊരു കുട്ടിയെ സംബന്ധിച്ചോളം അങ്ങനെ തോന്നും. ESI ബെനിഫിറ്റും ഉണ്ട്. ചിലപ്പോൾ റിസർവേഷനും കാണും, OBC റിസർവേഷനും ഉണ്ടായിരിക്കും. അപ്പം ഏത് രീതിയിൽ ഏത് കോളേജിൽ പ്രവേശനം നേടണം, ESI വഴി കയറി കഴിഞ്ഞാൽ കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടോ എന്നുള്ളൊരിതുണ്ടാവും. നമുക്ക് ഇതിനകത്ത് 11 മെഡിക്കൽ കോളേജുകളാണ് ESIയിലുള്ളത്. ഇതിൽ പല കോളേജുകളും ഗവൺമെൻറ് കോളേജുകളാണ്, ചിലത് ESIയുടെ തന്നെ കോളേജുകളുമാണ്. അങ്ങനെ വരുമ്പം എല്ലാ കോളേജിലും ബോണ്ട് സിസ്റ്റം ഇല്ല. ESIയുടെ രീതിയിലാണ് കയറുന്നതെങ്കിൽ 4.5 വർഷം MBBSും 1 വർഷം ഹൗസ് സർവൻസിയും കഴിഞ്ഞിട്ട് 1 വർഷം ബോണ്ട് ചെയ്യണം നിർബന്ധമുണ്ട്. ഈ ബോണ്ട് സിസ്റ്റം ചിലർക്ക് നല്ലതാണ്, ചിലർക്കത് സങ്കടവുമാണ്. അതായത് MBBS ഹൗസ് സർവൻസിയും കഴിഞ്ഞിട്ട് PG എഴുതാനാണ് എല്ലാവരുടെയും താല്പര്യം. അപ്പം നമ്മൾ ഈ ബോണ്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ 1 വർഷം നമുക്ക് നഷ്ടമാവില്ലേ എന്ന് ചോദിക്കും. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത, ഈ 1 വർഷം നമ്മൾ ബോണ്ട് ചെയ്യുന്നത് വലിയ ഉയർന്ന ശമ്പളത്തിലാണ്. 1 ലക്ഷത്തിന് മുകളിൽ നമുക്ക് ശമ്പളം കിട്ടി, മാസശമ്പളം കിട്ടിയാണ് നമ്മൾ ബോണ്ട് ചെയ്യുന്നത്. PG ചെയ്യാൻ സമയത്ത് നമുക്ക് നമ്മുടെ സ്വന്തം കാലിൽ നിന്ന് PG എഴുതാമെന്നുള്ള ഒരു വലിയൊരു നേട്ടമാണ് ESI വഴി നമുക്ക് എല്ലാ കോളേജിലും ഇല്ലതാനും. ESI വഴി കയറുവാണെങ്കിൽ ഉണ്ട്. ESI കോട്ട വഴി 11 കോളേജിലും കയറിയാൽ ഈ ബോണ്ട് സിസ്റ്റം ഉണ്ട്. നല്ല സാലറിയിൽ 1 വർഷം ബോണ്ട് ചെയ്യാം.
എന്നാൽ ഓൾ ഇന്ത്യ കോട്ട വഴിയാണ് കയറുന്നതെങ്കിൽ ചില കോളേജുകളിൽ മാത്രമേ ബോണ്ടുള്ളൂ. ഓൾ ഇന്ത്യ കോട്ട വഴി ESI മെഡിക്കൽ, ഇപ്പോൾ കോയമ്പത്തൂരെ കയറുന്ന വിചാരിക്കുക, കോയമ്പത്തൂർ ഗവൺമെൻറ് കോളേജാണ്. പക്ഷേ ഓൾ ഇന്ത്യ കോട്ട വഴി കോയമ്പത്തൂർ കയറിയാലും നമ്മൾ ഈ 1 വർഷം ബോണ്ട് ചെയ്യണം. കോയമ്പത്തൂർ ഗവൺമെൻറ് കോളേജും ഉണ്ട്, കോയമ്പത്തൂർ ESI മെഡിക്കൽ കോളേജും ഉണ്ട്. കോയമ്പത്തൂർ ESI മെഡിക്കൽ കോളേജിലാണ് കയറുന്നതെങ്കിലാണ് നമ്മൾ ഈ 1 വർഷം ബോണ്ട് ചെയ്യേണ്ടത്. അപ്പം അങ്ങനെയുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ അവിടെ നല്ലതുകൊണ്ട് ചീത്തയുമുണ്ട്. ഈ ബോണ്ട് സിസ്റ്റം ഉണ്ട് എന്നുള്ളത് മാത്രമേ ഇത് തമ്മിലുള്ള വ്യത്യാസമുള്ളൂ ഈ പഠിത്തത്തിൻ്റെ കാര്യത്തിൽ. പിന്നെ ഫീസിൻ്റെ കാര്യത്തിലോ പല സംസ്ഥാനങ്ങളിലും പല ഫീസാണ്. കേരളത്തിൽ എത്രയാണ് MBBSന് ഫീസ്? 23,600. തമിഴ്നാട്ടിൽ 18,000, കർണാടകത്തിൽ 75,000, മഹാരാഷ്ട്രയിൽ 1,00,000. ഇങ്ങനെ പല സംസ്ഥാനങ്ങളിലും ഗവൺമെൻറ് മേഖലയിലാണെങ്കിലും ഫീസ് സ്ട്രക്ചർ വ്യത്യാസമുണ്ട്. പക്ഷേ ESI വഴിയാണ് കയറുന്നതെങ്കിൽ, ESI കോട്ട വഴി ഈ 11 കോളേജുകളിലും 24,000 രൂപ മാത്രമേ വാർഷിക ഫീസുള്ളൂ. അത് ചിലർക്ക് ബെനിഫിറ്റാണ്. ചിലപ്പോൾ കർണാടകത്തിൽ ഗുൽബർഗയിലാണ് ഒരു കുട്ടിക്ക് കയറേണ്ടത്. ഫീസ് അത്രയ്ക്ക് കൊടുക്കാൻ നിവർത്തിയില്ലെങ്കിൽ ESI വഴി കോട്ട വഴി കയറാം. 24,000 രൂപ വാർഷിക ഫീസ് കൊടുത്താൽ മതി. ഇങ്ങനെയുള്ള ബെനിഫിറ്റുകൾക്കപ്പുറം പിന്നെ മാർക്ക്, നമുക്കിപ്പോൾ 610 മാർക്കിന് മുകളിലുണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ഗവൺമെൻറ് സീറ്റ് കിട്ടിയിട്ടുള്ളൂ. നേരെ മറിച്ച് ESI വഴിയാണെങ്കിലോ 550 മാർക്ക് വരെയുള്ളവർക്കും ESIയിൽ പ്രവേശനം കിട്ടിയിട്ടുണ്ട്. അപ്പം 640 650 മാർക്കുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചോളവും ഈ ബോണ്ട് സിസ്റ്റം, ഹൗസ് റെൻസിക്ക് ശേഷം 1 വർഷം ബോണ്ട് ചെയ്യാം, നല്ല ശമ്പളം മേടിച്ച് ഒരു പ്രാക്ടീസ് ആയിട്ട് PG എഴുതാമെന്നുള്ള ബെനിഫിറ്റ് അല്ലാതെ മറ്റ് ബെനിഫിറ്റുകളില്ല. കർണാടകത്തിലൊക്കെ ആണെങ്കിൽ 24,000 രൂപ മാത്രമേ വാർഷിക ഫീസ് വരുള്ളൂ എന്നുള്ള പ്രത്യേകതയുണ്ട്. അതിനപ്പുറത്ത് പഠിത്തത്തിലോ സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂവിലോ ജോലി കിട്ടാനുള്ള സാഹചര്യങ്ങളിലോ അങ്ങനെയെല്ലാം ഒരുപോലെ തന്നെയാണ് നിലവിൽ അതിൻ്റെ ബെനിഫിറ്റ് ഉള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് കമൻറ്റുകൾ ചർച്ചാ വിഷയമാക്കിയല്ലേ ശിവൻ സാർ? എല്ലാവർക്കുമുള്ള മറുപടി ഞങ്ങൾ തരുന്നുണ്ട്. കാരണം ഒരുപാട് കമൻറ്റുകളാണ് നമുക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ശിവൻ സാറിനൊപ്പത്തിലും നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക. അതിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമൻറ്റുകൾക്കും, അതുപോലെ തന്നെ സാർ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞിരുന്നു, എല്ലാ കമൻറ്റുകൾക്കും തന്നെ മറുപടിയുമായിട്ട് ഞങ്ങളൊരു പ്രോഗ്രാമുമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ വരുന്ന ആഴ്ച തീർച്ചയായിട്ടും അതുണ്ടാവും. അപ്പം ഇനിയും നിങ്ങളുടെ സംശയങ്ങൾ ചോദ്യങ്ങളായി നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്തുക. അതിനുള്ള കൃത്യമായ മറുപടി നൽകും. പിന്നെ ഇന്നത്തെ ശിവൻ സാറിനൊപ്പം തുടങ്ങിയപ്പോൾ ശിവൻ സാർ പങ്കുവച്ചൊരു കാര്യമുണ്ട്. ഇനി അങ്ങോട്ടുള്ള മാസങ്ങളിൽ, അതായത് ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ മാതാപിതാക്കൾക്കൊക്കെ കൃത്യമായ ഒരു ഗൈഡൻസ് വേണം. അതിനുശേഷമുള്ള മാസങ്ങളിൽ എക്സാമാണ്. അപ്പോൾ കുട്ടികൾക്ക് കൃത്യമായ ഗൈഡൻസ് വേണം. പിന്നെ അഡ്മിഷൻ സമയത്തും മാതാപിതാക്കൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വിവരങ്ങളുണ്ട്. അതെല്ലാം കൃത്യമായ ഗൈഡൻസിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരും. അതായത് 2024 പ്രവേശിക്കുമ്പോൾ നീറ്റ് എൻട്രൻസ് എക്സാമിനെ ആശ്രയിക്കുന്ന വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും വേണ്ട കൃത്യമായ വിവരം ഏറ്റവും ആധികാരികമായി പറഞ്ഞു തന്നുകൊണ്ട് തന്നെ ആ പേരിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് ശിവൻ സാർ ഒപ്പം ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവത്സര ആശംസകൾ നേരുന്നു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.